ഹലോ, ഞാനിന്ന് ടൊമാറ്റോ സബ്ജിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കണേ. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് വലിയ സൈസിലുള്ള 4 തക്കാളി എടുത്തിട്ടുണ്ട്, 2 സബോള എടുത്തിട്ടുണ്ട്, ഒരു 8-10 കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. എനിക്കിവിടെ കാന്താരി ഉള്ളതുകൊണ്ടും അത് ഇഷ്ടമായതുകൊണ്ടും അത് ആരോഗ്യത്തിന് നല്ലതും ആയതുകൊണ്ടും മാത്രമാണ് ഞാൻ കാന്താരി എടുക്കണത്. സാധാരണ പച്ചമുളക് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ അതെടുത്താലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പിന്നെ 1 ടീസ്പൂൺ ജീരകം കൂടി വേണം. ഈ സബ്ജി നമുക്ക് ചോറിന് മാത്രമല്ല, നമുക്ക് ചപ്പാത്തിക്ക്, ദോശയ്ക്ക്, പൂരിക്ക് എല്ലാം കൊടുക്കാൻ. നമുക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ കുട്ടികൾക്ക് പാത്രത്തിലാക്കി കൊടുക്കുന്നതിനും ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമുക്കിതിനെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. പച്ചക്കറികളൊക്കെ ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാന് അടുപ്പിലിതാ ചൂടാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഗോൾഡ് വിന്നർ ഓയിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് പാൻ നേരത്തെ വെച്ചതുകൊണ്ട് പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കാന്താരിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് തയ്യാറാക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ഇതിലൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇത് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ടിഫിൻ ബോക്സിലാക്കി കൊണ്ടുപോകാൻ ഏറ്റവും പറ്റിയതാണ്. ചോറിന് വളരെ ടേസ്റ്റി ആയിട്ടിരിക്കും, പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. ഇതൊന്ന് വഴി വരുമ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചിട്ട് 1 ടീസ്പൂൺ ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വതക്കി പാകായി നമുക്ക് ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ജീരകത്തിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഈ നേരത്തെ നമ്മൾ സവോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ തക്കാളിക്കും കൂടി ചേർത്തിട്ട് വേണ്ട ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പാകത്തിന് വെന്ത് പാകമായിട്ടുണ്ട്. ഞാൻ അടച്ചു വയ്ക്കുന്നതിന് മുമ്പിൽ കുറച്ച് ഇടയ്ക്ക് തുറന്ന് നോക്കി കുറച്ച് കറിവേപ്പിലയൊക്കെ തൂകിയിരുന്നു. ഈ തക്കാളിയിൽ നിന്നുള്ള ആ ഗ്രേവി മാത്രമേ ഉള്ളൂ, വേറെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് പോവും. അതിൻ്റെ അടുത്ത് വെച്ച് പാകത്തിന് വന്നിട്ടുണ്ട്. ഞാൻ നോക്കി ഉപ്പ് എല്ലാം ശരിക്കും പാകമായിട്ടിരിക്കുന്നുണ്ട്. എരിവും എല്ലാം പാകമാണ്. ജോലിക്ക് പോകുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി പാത്രത്തിൽ കൊണ്ടുപോകാൻ, ടിഫിൻ ബോക്സിലാക്കി കൊണ്ടുപോകാനും കുഞ്ഞുങ്ങൾക്കും നല്ലതാണ്. അധികം എരിവൊന്നുമില്ല, ഒക്കെ പാകത്തിനായതുകൊണ്ട് നമുക്കിനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.